ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ പോണ്ടിച്ചേരിയിലാണ്. സോ പോണ്ടിച്ചേരിയിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. കേരളം വിട്ടെങ്കിലും എനിക്കിപ്പോഴും മന്തി വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. സോ ഞാൻ മന്തി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സോ ഈ കേസരിയൊക്കെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ സലാഡും പിന്നെ ആ ഒരു ബ്രിഞ്ചാളിൻ്റെ കറിയും ഉണ്ടായിരുന്നു. പിന്നെ മന്തിക്കായാലും ഇങ്ങനെ ഒരു 3 കളറിലെ കറികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മയോണൈസ് പ്രത്യേകം പറയേണ്ടി വന്നു. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളൊരു ചെറുതായിട്ടൊന്ന് നടക്കാൻ തുടങ്ങി. കാക്കേനെ കണ്ടു. ഭയങ്കര ചബ്ബിയാണ് അവിടുത്തെ കാക്കകളൊക്കെ. നമ്മളൊരു വണ്ടി റെൻ്റ് എടുത്തു. വെസ്പയായിരുന്നു റെൻ്റ് എടുത്തത്. കാണാൻ ഫുള്ള് മഞ്ഞ കളറാണല്ലോ അവിടെ. സോ നമ്മളൊരു മഞ്ഞ വെസ്പയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. യാ, അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു പ്രൊമനാഡ് ബീച്ചിൽ പോയി. റോക്ക് ബീച്ച് എന്നും പറയും. സോ അവിടെയൊക്കെ പോയി തെണ്ടി തിരിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒറേ വില്ലയിലോട്ട് പോയി. ഇത് കണ്ടാൽ നമ്മൾ കേരളമാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല. ലാസ്റ്റ് നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം ഒറേ വില്ലയിലെത്തി. ഇവിടെ ആക്ച്വലി നല്ലൊരു സമാധാനം കിട്ടും. പോണ്ടിച്ചേരി മൊത്തം ഉള്ളൊരു പ്രത്യേകത അതാണ്. ഈ കേരളത്തിലെ സിറ്റികളുടെയൊക്കെ ആ ഒരു തിരക്കിൽ നിന്നും ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഭയങ്കര കാമിങ് ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടും. പിന്നെ കുറച്ചും കൂടെ സ്പിരിച്വലാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ. സോ ഈ ഒറോവെല്ലയുടെ എക്സിബിഷൻ ഹാളിലൊക്കെ നമ്മൾ പോയായിരുന്നു. ഒന്നും വായിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ എന്താണിത് എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടിയിലൊക്കെ കയറിയിട്ട് നമുക്ക് ഫ്രീ ആണ് ഈ ബസ്. എന്നിട്ട് നമ്മൾ ആ ഒറോവെല്ലയുടെ മന്ത്രി മന്ദിർ അവിടേക്ക് പോയി. അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഹട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹട്ടൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല രസമുണ്ട് കുടിൽ കാണാൻ വേണ്ടിയിട്ട്. കുറേ നാളുകളായി ഒരു കുടിലൊക്കെ കണ്ടിട്ട്. എനിക്ക് കാല് നന്നായിട്ട് വയ്യാത്തത് കൊണ്ട് തന്നെ കുറേ നടന്ന് എൻ്റെ ഷൂസ് ശരിക്കും എനിക്ക് പണി തന്നായിരുന്നു. അവസാനം നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഈ ഗോൾഡൻ കളറിലെ ക്യൂബ് കാണാനാണോ ഇങ്ങനെ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിന് ചുറ്റുമുള്ള ഒരു ഇടവും ആ ഒരു പച്ചപ്പും അതിൻ്റെ ഹരിതാഭയൊക്കെയാണ് അതിനെ കൂടുതലും പ്രത്യേകതരമാക്കുന്നത്. പിന്നെ തിരിച്ച് ജീപ്പിലായിരുന്നു വന്നത്. ബസ്സിന് മുമ്പ് ജീപ്പാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ഡ്രീം ക്യാച്ചറുകളൊക്കെ ഒന്ന് നോക്കി. നല്ല ഒരുപാട് ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്. ഈ ഡ്രീം ക്യാച്ചേഴ്സിനൊക്കെ 150 മുതൽ 250 വരെയാണ് വില. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഐറ്റംസ് കണ്ടു. പക്ഷേ സാധാരണ ഞാൻ എല്ലാം ക്യൂട്ട് സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നതാണ്. പക്ഷേ ഒരുപാട് ക്യൂട്ട് സാധനങ്ങളുടെ സ്റ്റോക്ക് ആയതുകൊണ്ടും ബഡ്ജറ്റ് ലിമിറ്റ് ആക്കണമായതുകൊണ്ട് ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് പിന്നെയും പോണ്ടിച്ചേരിയിലോട്ട് പോവുകയാണ് ഗായ്സ്. സന്ധ്യയായി. പിന്നെ നമ്മളാണെങ്കിൽ ഈ ഒരു മോൾ പ്രൊവിഡൻസ് മോളിലോട്ട് പോയായിരുന്നു. അവിടെ പോയിട്ട് KFCയിൽ കഴിച്ചു. പിന്നെ രാത്രിയായപ്പം പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്മളാണെങ്കിൽ 99 രൂപയുടെ ബർഗർ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ അവിടെയൊക്കെ പോയി ഈ ബുക്ക് വായിക്കാൻ നോക്കി. ഓഫ് കോഴ്സ് നടന്നില്ല. ബർഗർ വരാൻ വേണ്ടിയിട്ട് അക്ഷമയായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ വിങ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിങ്ക് കളറിലെ ലെമണേഡും പറഞ്ഞായിരുന്നു. ബർഗർ മാൻ എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ 99 രൂപയുള്ള എല്ലാ ബർഗറിനും എന്ത് ഐറ്റമിനും. പിന്നെ തെണ്ടാനിറങ്ങി. സോ ഈ അമ്പലത്തിൻ്റെ ഒക്കെ അടുത്ത് പോയി അതിൻ്റെ ഭംഗി നോക്കുക, കളിപ്പാട്ടങ്ങൾ നോക്കുക, എന്തെങ്കിലും വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്നും വാങ്ങിയില്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞാലും ഇതിലും ചീപ്പായിട്ടുള്ളൊരു സാധനം, ഇതിലും ചീപ്പായിട്ട് നാട്ടിൽ കിട്ടും എന്നുള്ള ഒരു ഉള്ളിലൊരു സാധനം പറയുമല്ലോ, അത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും കേട്ടില്ല. ഇതെല്ലാം മീഷോയിൽ 100 രൂപയ്ക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് അതും എടുത്തില്ല. പിന്നെ അവിടെ കൊട്ടുന്ന ചെണ്ട, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് 1500 ആയിരുന്നു. സോ അതും തൊട്ടില്ല. പിന്നെ നമ്മൾ പാലസ് ഡേ മഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് പോയത്. ആക്ച്വലി ഈ ഹോട്ടൽ നല്ല ഭംഗിയാണ് കാണാൻ, ഭയങ്കര എസ്തെറ്റിക് വൈബുമാണ്. സോ അങ്ങനെ പോയി ഒരു സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് സെർവ് ചെയ്തൊരു മലയാളി പയ്യനായിരുന്നു. ആ ചെക്കൻ്റെ ചിരി കാരണം എനിക്ക് പെട്ടെന്ന് മലയാളിയാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ ഇങ്ങനെ തെണ്ടി നടന്നു. ലൈക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഹോട്ടലായിരുന്നു അത്. സ്റ്റേയ്ക്ക് നോക്കണമെങ്കിൽ 25 to 30K ആണ് അവിടുത്തെ റെൻറ്റ് എന്ന് പറയുന്നത് പെർ ഡേ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഭയങ്കര കാമിങ് ആണ്, പീസ്ഫുള്ളാണ്. പിന്നെ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. പിന്നെ ഒരു വിൻറ്റേജ് വൈബായിരുന്നു പോണ്ടിച്ചേരി മൊത്തം. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഒരുപാട് ഫോട്ടോഷൂട്ട് എടുക്കാനും ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സ് എടുക്കാനും നല്ലതാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ
വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സാൻഡ് ഡ്യൂൺ ബീച്ചിലോട്ട് പോയി. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അവിടെയാണെങ്കിൽ തിരകൾ കണ്ടു, പേരെഴുതി, കൊച്ചിനെ അമ്മ നോക്കുന്നത് കണ്ടു, അമ്മയെ കൊച്ച് നോക്കുന്നത് കണ്ടു. ഇങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ആ ബീച്ചിനുള്ളിലോട്ട് ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ബിക്കോസ് എല്ലാ വെള്ളവും പൊല്യൂട്ടഡ് ആണ്. ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിൽ തൊടാൻ പോലും ഇപ്പം എനിക്ക് പേടിയാണ്. സോ പേരെഴുതി ആ പേര് തിര വന്ന് കളയുന്നത്, അത് ആക്ച്വലി ആദ്യമൊന്നും ആ തിര വരുന്നുണ്ടായിരുന്നില്ല. തിര വരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നെ അത്രയും പേടിയാണെന്ന് തോന്നുന്നു. പിന്നെ ആ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി, ഐ മീൻ ആ സാൻഡ് ഡ്യൂൺ ബീച്ചിലോട്ട് പോകുന്ന വഴിയും അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഈ വർക്കലയിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ പേരുകൾ പറഞ്ഞ് തെറ്റിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. അത്രേ ഉള്ളൂ.